ഇന്നപ്പോൾ അതാ നല്ല മട്ടൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മട്ടൻ കറി വയ്ക്കാം. അപ്പോൾ അതേ ക്ലീനാക്കി വെച്ചിരിക്കുന്ന മട്ടനിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചതച്ച് വെച്ചിരിക്കുന്ന പെരുംജീരവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാമേ. അതിനുശേഷം നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചോളൂ. ഞാൻ എന്തായാലും ചെയ്യുന്നില്ല, എനിക്ക് സമയമില്ലാഞ്ഞുകൊണ്ട് ഞാൻ അപ്പം തന്നെ അത് അടുപ്പിൽ കയറ്റി. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ, അതിനുശേഷം കുറച്ചിട്ടിട്ട് 2 വിസിലും കൂടെ അടുപ്പിച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് പട്ടയും ഗ്രാമ്പും കുറച്ച് പെരുംജീരവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന തേങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴത്തെ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഇത് ചെറുതായിട്ട് അരിഞ്ഞൊരു 10-30 കൊച്ചുള്ളി ഉണ്ട്. നിങ്ങൾക്ക് കൊച്ചുള്ളി മാത്രം മതിയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിനി ഇതിലേക്ക് 2 സവാള കൂടെ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തേക്കുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്ക് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന 3 പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇറച്ചി വെന്ത് വന്നപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പോഴേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി അതിന് ശേഷം നമുക്ക് പാത്രം മൂടി വെച്ചിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ഇറച്ചിയിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയാട്ടോ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചാറ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ, നല്ല ചൂട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി കുഴമ്പം പരുവത്തിലാണ് എടുക്കുന്നത്. ഇപ്പം നമ്മളുടെ മൂടി നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളൂ. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മളിതേ ഫ്ലെയിം ഓഫാക്കി അതിനുശേഷം 2 തണ്ട് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അധികം എരിവെടുക്കുന്നില്ല, അതുകൊണ്ട് വീണ്ടും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇതാ അപ്പം നമ്മളുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.